ഇവിടെ ചില ജനപ്രതിനിധികളുടെ സ്വന്തം താല്പര്യത്തിന് വിധേയമായി തലയിലുദിച്ച ബുദ്ധി കൊണ്ട് അവരുണ്ടാക്കിയ പണമെടുത്തിട്ടാണ് കാര്യാട്ടുകരയിലെ വികസനമെന്നോ മനസ്സിൽ കരുതിയ ആളുകളെ തിരുത്തേണ്ടതും ഞങ്ങളുടെ പണിയാണ്. ആ പണിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ കാര്യാട്ടുകര ഡിവിഷന് മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കോർപ്പറേഷൻ കൊടുത്ത കാശ് എത്രയാണെന്ന് അറിയാമോ? 5.6. 5.6 എന്ന് പറഞ്ഞാൽ 5 കോടി രൂപ, 6 ലക്ഷം. 5,6,00,000 കാര്യാട്ടുകര ഡിവിഷന് വേണ്ടി ഞങ്ങൾ കൊടുത്തു. സഖാവ് PK ഷാജൻ നേതൃത്വം കൊടുക്കുന്ന ലാലൂർ ഡിവിഷനോ അതേപോലെ തന്നെ 5.4. 5,04,00,000 രൂപ ഞങ്ങള് ലാലൂർ ഡിവിഷനും കൊടുത്തു. അതേപോലെ എൽത്തുർത്ത് ഡിവിഷനും കൊടുത്തു. അതേപോലെ ശിവരയിലും പുതുവർക്കരയ്ക്കും അതേപോലെ തന്നെ പുല്ലി ഡിവിഷനും. രാഷ്ട്രീയം നോക്കിയല്ല, ഇവിടെ ജയിച്ചത് കോൺഗ്രസ് കൗൺസിലറാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം പഞ്ചായത്തുകളിൽ അവിടെ മുസ്ലിം ലീഗ് ചെയ്യുന്നതല്ല, മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അവർ പ്രസിഡന്റായിരിക്കുന്ന പഞ്ചായത്തുകളിൽ LDF ജയിച്ച വാർഡുകളിലേക്കോ പണം കൊടുക്കാതെ വട്ടം തിരിക്കുന്ന കാഴ്ച മലപ്പുറത്തോ അങ്ങാടിയിൽ പോയാൽ അന്വേഷിച്ചാൽ അറിയാം. പക്ഷെ ഇവിടെ എങ്ങനെയല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ജയിച്ചു വന്ന കൗൺസിലർമാരുള്ള സ്ഥലത്തും കൈ നിറയെ കാശ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ വികസനം നടപ്പിലാക്കുന്നത്. അങ്ങനെയാണ് കാര്യാട്ടുകരയിലെ റോഡ് നന്നാക്കുന്നത്. അങ്ങനെയാണ് കാര്യാട്ടുകരയിലെ ചാലി നന്നാക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഡിസ്പെൻസറിക്കപ്പുറത്തുള്ള ജിമ്മ് വന്നത്. ജിമ്മ് എല്ലാ ഡിവിഷനുകളിലും ജിമ്മ് സ്ഥാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷൻ തീരുമാനിച്ചത് എല്ലാ ഡിവിഷനുകളിലും ജിമ്മ് എന്ന് പറയുന്ന സാധനം നിർമ്മിക്കണം. എന്താ കാരണം? നമ്മുടെ നാട്ടിലെ 90% ആളുകളും ഷുഗർ രോഗികളും പ്രമേഹ രോഗികളും എല്ലാവിധ അസുഖങ്ങളുമുള്ള ആളുകളാണ് ഇന്നത്തെ കാലത്ത്. അവരോ നേരം വെളുക്കുമ്പോൾ നടക്കാൻ പോകുന്നു, നടക്കാൻ പോയി തിരിച്ചു വരുന്നു. ചില ആളുകൾക്ക് പുലർച്ചയ്ക്ക് പട്ടിയുടെ കടികൊള്ളുന്നവരുമുണ്ട്, തെരുവ് പട്ടികളുണ്ട്. അതുകൊണ്ട് വലിയ ദൂരം നടക്കാതെ സ്വന്തം വാർഡിന്റെ ഏതെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന മൂലയിൽ ഒരു ജിമ്മ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് വന്ന് അവരുടെ കായികമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി പോകാം. അങ്ങനെയാണ് കാര്യാട്ടുകര ഡിസ്പെൻസറിക്ക് മുമ്പില് ജിമ്മ് വന്നത്. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ തൊട്ടരികിൽ ഈ ഡിവിഷന്റെ മറ്റൊരു വശത്ത് ജിമ്മ് വന്നത്. സഖാവ് PK ഷാജൻ ജിമ്മ് സ്ഥാപിച്ചത് ലാലൂർ ട്രഞ്ചിങ് ഗ്രൗണ്ടിന് അപ്പുറത്തുള്ള പറമ്പിനോട് തൊട്ടാണ്. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ അങ്കണവാടികൾ പോലും AC ആക്കി കൊടുത്തില്ലേ? കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള രാമനാഥന്റെ ഡിവിഷനകത്ത് രാമനാഥൻ പറഞ്ഞു, എനിക്ക് എന്റെ നാട്ടിലെ അങ്കണവാടികൾ AC ആക്കി തരാമോ മേയറെ? തരാം. ഞങ്ങൾ AC ആക്കി കൊടുത്തു. രാമനാഥൻ പറഞ്ഞു, ഞാൻ AC ആക്കിയില്ല. കേരള ഗവൺമെന്റിന്റെ അജണ്ടയാണ് ചൂട് കൂടുന്ന പ്രദേശങ്ങളിൽ, വെയിലടി കൂടുന്ന പ്രദേശങ്ങളിൽ AC ആക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കേരളത്തിലെ അംഗനവാടികൾ AC ആക്കി മാറ്റണം. തൃശൂർ കോർപ്പറേഷനിൽ എത്ര അംഗനവാടികൾ AC ആയിട്ടുള്ള അംഗനവാടികൾ ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു വന്നത്, പ്രതിപക്ഷം ഭരിക്കുന്ന വാർഡുകളിലും ഭരണപക്ഷം ഭരിക്കുന്ന വാർഡുകളിലും വിവേചനം കാണിക്കാതെ കൈ നിറയെ കാശ് കൊടുത്തു. 1,200 കോടി രൂപയാണ് ഈ കോർപ്പറേഷനകത്ത് 5 കൊല്ലം കൊണ്ട് ഞങ്ങൾ ചിലവഴിച്ചത്. നിങ്ങൾ നോക്കൂ. നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ പറവട്ടാനിയിൽ ഒരു വസൂരിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു പറമ്പുണ്ടായിരുന്നു. ആളുകളോട് ചോദിച്ചാൽ അറിയാം. ആ വസൂരിപ്പറമ്പ് ലോകമറിയുന്ന ഫുട്ബോൾ ചാമ്പ്യനായിട്ടുള്ള പെലയുടെ പേരിലാണ് ഞങ്ങൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോ അവിടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, എത്രയോ കാലം ശക്തൻ തമ്പുരാന്റെ കാലത്ത്, കൊച്ചിൻ മഹാരാജാവിന്റെ കാലത്ത് ചരിത്രമെടുത്ത് വായിച്ചാൽ അറിയാം. 2ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് കൊച്ചിൻ മഹാരാജാവ് പറഞ്ഞു, കൊച്ചിയിൽ ബോംബിടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടോ മിസ്റ്റർ ശക്തൻ ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു. ബോംബ് ഭീഷണി എന്ന് 2ാം ലോക മഹായുദ്ധകാലത്ത് പള്ളിയുറക്കത്തിനായി കൊച്ചിൻ മഹാരാജാവ് അന്ന് ശക്തന്റെ കൊട്ടാരത്തിനകത്തേക്ക് കടന്നു വരുമ്പോ ശക്തൻ തമ്പുരാൻ ആജ്ഞാപിച്ചു, തൃശൂർ നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ കൊണ്ടുപോയി
മുളയമ്പറമ്പ് എന്നറിയപ്പെടുന്ന മുളപ്പറമ്പ്, മുളയമ്പറമ്പല്ല മുളപ്പറമ്പ്, ലാലൂരിലെ മുളപ്പറമ്പിൽ കൊണ്ട് നട്ടാൻ